الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിലെ ബാബു തഫ്സീരി തൗഹീദ്, തൗഹീദിന്റെ വിശദീകരണം എന്ന അധ്യായത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പാഠങ്ങൾ നാം വിശദീകരിക്കുകയുണ്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ അർത്ഥം, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നുകൾ, അതിന്റെ ശുറൂത്തുകൾ, അതിന്റെ നിബന്ധനകൾ, അതെല്ലാം വിശദമായി നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അദ്ദേഹം നൽകുന്ന അടുത്ത ആയത്താണ് നമുക്ക് വായിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ ഇബ്നു മറിയം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത്തഖദു അഹ്ബാറഹും, ജൂത ക്രൈസ്തവരായ ആളുകൾ അവർ സ്വീകരിച്ചിരിക്കുന്നു, അഹ്ബാറഹും, അഹ്ബാർ എന്ന് പറഞ്ഞാൽ ഉലമാഅഹും, അവരുടെ പണ്ഡിതന്മാരെ. ഹിബർ അല്ലെങ്കിൽ ഹബർ അതിന്റെ ബഹുവചനമാണ് അഹ്ബാർ അഥവാ പണ്ഡിതന്മാരെ. അതുപോലെ തന്നെ റുഹ്ബാനഹും, റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ അൽ ഉബ്ബാദ്, ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ അഥവാ അവരുടെ കൂട്ടത്തിൽ സന്യാസ ജീവിതം നയിക്കുന്ന ആളുകൾ. അപ്പോൾ ജൂത ക്രൈസ്തവരായ ആളുകൾ അവർ അവരുടെ പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ, അതുപോലെ തന്നെ മറിയമിന്റെ മകനായ മസീഹിനെയും അള്ളാഹുവിന് പുറമെ അവർ റബ്ബുകളാക്കി സ്വീകരിച്ചിരിക്കുന്നു. ഇവിടെ അർബാബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർ ആരാധ്യന്മാരാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അള്ളാഹുവിന് പുറമെ അവരുടെ പുരോഹിതന്മാരെ, പണ്ഡിതന്മാരെ അവർ ആരാധ്യന്മാരാക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്തിൽ നിന്ന് തൗഹീദിന്റെ വിശദീകരണം അതെങ്ങനെയാണ് മനസ്സിലാകുക? ആ തൗഹീദിന്റെ നേർ വിപരീതമായ ശിർക്കിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ശിർക്ക് എന്താണ് എന്ന് വ്യക്തമായാൽ അതിന്റെ നേർ വിപരീതമായ തൗഹീദ് വ്യക്തമാകുന്നതാണ്. ഒരു കാര്യത്തെ നമുക്ക് രണ്ട് രൂപത്തിൽ വിവരിച്ചു കൊടുക്കാൻ കഴിയും. ഒന്ന്, ആ കാര്യം എന്താണ് അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്താൽ അത് വ്യക്തമാകും. അതല്ലെങ്കിൽ അതിന്റെ നേർ വിപരീതം പഠിപ്പിച്ചു കൊടുത്താലും ആ കാര്യം വ്യക്തമാകും. അപ്പോൾ കറുപ്പ് എന്താണെന്ന് മനസ്സിലാകാൻ വെളുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ആ കറുപ്പിന്റെ അഴക് അതിന്റെ മനസ്സിലാകും, അതെന്താണ് എന്നുള്ളത് തിരിച്ചറിയും. അങ്ങനെയാണ്. അതേപോലെ ഇവിടെ തൗഹീദ് എന്താണ് എന്നുള്ളത് മുഅല്ലിഫ് റഹിമഹുള്ള വിശദീകരിച്ചത് അത് ശിർക്ക് എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതിലൂടെയാണ്. മഹാനായ അദീ ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം നസ്രാനിയായിരിക്കെ, ക്രൈസ്തവനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ആയത്ത് കേൾക്കുകയാണ്. നാം ഇപ്പോൾ ഓതിയ ആയത്ത് കേൾക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫഖുൽതു ലഹു, ഞാൻ റസൂലിനോട് ചോദിച്ചു, ഇന്നാ ലസ്നാ നഅബുദുഹും, റസൂലെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾ അവർക്ക് ഇബാദത്തുകളൊന്നും സമർപ്പിക്കാറില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അലൈസ യുഹർരിമൂന മാ അഹല്ലല്ലാഹ് ഫതുഹർരിമൂനഹ, അല്ലാഹു അനുവദിച്ച, അല്ലാഹു ഹലാലാക്കിയ കാര്യങ്ങൾ ആ പണ്ഡിതന്മാർ, പുരോഹിതന്മാർ അവർ അത് നിഷിദ്ധമാക്കുമ്പോൾ നിങ്ങൾ അത് നിഷിദ്ധമായി കാണാറില്ലേ? വയുഹില്ലൂന മാ ഹറമല്ലാഹ് ഫതുഹില്ലൂനഹു, അതുപോലെ തന്നെ അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അവർ അനുവദിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അത് അനുവദനീയമായി കാണാറില്ലേ? അദ്ദേഹം പറഞ്ഞു, ബല, അതെ. റസൂലുള്ളാഹി പറഞ്ഞു, ഫതിൽക ഇബാദത്തുഹും, അത് തന്നെയാണ് അവർക്ക് ചെയ്ത ആരാധന, അവർക്ക് നിങ്ങൾ ചെയ്ത ഇബാദത്ത് അത് തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ജനങ്ങൾ, ജൂത ക്രൈസ്തവരായ ആളുകൾ അവർ അവരുടെ പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ അവരെ പൂർണ്ണമായും വിശ്വസിച്ച് അവരെ സത്യപ്പെടുത്തി ഈ വിധികൾ തീരുമാനിക്കാനുള്ള, ഹലാല് ഹറാമ് നിശ്ചയിക്കാനുള്ള അവകാശം അത് അവരുടെ പണ്ഡിതന്മാർക്ക് വകവെച്ചു കൊടുക്കുകയാണ്. ഇത് തൗഹീദിന്റെ, ഏകദൈവ വിശ്വാസത്തിന്റെ നേർഘടക വിരുദ്ധമാണ്. കാരണം തൗഹീദിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ഹലാലും ഹറാമും അത് തീരുമാനിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമുള്ള കാര്യമാണ്. അല്ലാഹു ഹലാലാക്കിയത്, അല്ലാഹു ഹറാമാക്കിയത് അത് അപ്രകാരം വിശ്വസിക്കുക എന്നുള്ളത് അത് തൗഹീദിന്റെ അവിഭാജ്യ ഘടകമാണ്. ഇതിൽ നിന്ന് ആരെങ്കിലും വ്യതിചരിച്ചാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം മറ്റൊരു റബ്ബിനെ സ്വീകരിച്ചിരിക്കുന്നു. ഇത് തൗഹീദിന്റെ വിരുദ്ധമായ ശിർക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ശിർക്കിനെ കുറിച്ചാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അവർ ഹലാല് ഹറാമുകൾ തീരുമാനിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന് പുറമെ മറ്റു പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അവർക്കത് വകവെച്ചു കൊടുക്കുകയും അവരവരെ അനുസരിക്കുകയും ചെയ്തു. അത് ശിർക്കാണ്. അപ്പോൾ അതിന്റെ നേർവിപരീതമാണെന്ന് തൗഹീദ് എന്ന് പറയുന്നത്.
വിധികൾ തീരുമാനിക്കാനുള്ള, ഹലാൽ ഹറാമ് നിശ്ചയിക്കാനുള്ള അവകാശം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് എന്ന കാര്യമാണ് ഈ ആയത്തിലൂടെ മുഅല്ലിഫ് റഹിമഹുല്ലാ നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്തായി അദ്ദേഹം നൽകിയതായി കാണാം, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻജാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിനൻ നാസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹ്, അവർ അല്ലാഹുവിന് പുറമെ ചില സമന്മാരെ നിശ്ചയിച്ചവരാണ്. എന്നിട്ടോ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അല്ലാഹുവിന് പുറമെയുള്ള അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ആരാധ്യന്മാരെ, ആ സമന്മാരെ അവർ ഇഷ്ടപ്പെടുന്നു, അവർ സ്നേഹിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അല്ലാഹുവിനോട് അതിശക്തമായ അതിയായ സ്നേഹമുള്ളവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണമായി ആയത്തിൽ പറയുകയാണ്. ഈ ആയത്തിലൂടെയും മുഅല്ലിഫ് റഹിമഹുല്ലാ തൗഹീദ് എന്താണ് എന്ന് വിശദീകരിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തേത് തൗഹീദിന്റെ നേർ വിപരീതമായ ശിർക്കിനെ സൂചിപ്പിച്ചുകൊണ്ട്, രണ്ടാമത്തേത് തൗഹീദ് എന്താണ് എന്ന് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ഈ ആയത്തിൽ ശിർക്കിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. മുശ്രിക്കുകളായ ആളുകൾ, അവരുടെ അവസ്ഥ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ അവർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാരെ അവർ അല്ലാഹുവെ സ്നേഹിച്ചതുപോലെ, അല്ലാഹുവിനെ അവർ മഹബ്ബത്ത് വെച്ചതുപോലെ അവർ അല്ലാഹു അല്ലാത്ത ആളുകളെയും അവർ ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു. അത് ശിർക്കാകുന്ന കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും അല്ലാഹുവെ ഇഷ്ടപ്പെടുന്നത് പോലെ, അതല്ലെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അധികമായി അല്ലാഹു അല്ലാത്തവരെ സ്നേഹിച്ചാൽ അത് ശിർക്കാണ്. അവൻ അല്ലാഹു അല്ലാത്തവരോടൊപ്പം അല്ലാഹു അല്ലാത്തവരെ പങ്കു ചേർത്തിരിക്കുന്നു. അതിന്റെ നേർവിപരീതമാണ് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ ശിർക്ക് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അതിന്റെ നേർവിപരീതമായ തൗഹീദ് എന്താണ്? എല്ലാത്തിനേക്കാൾ അധികമായി നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടണം. അല്ലാഹുവെ പോലെ മറ്റൊരാളെയും നാം സ്നേഹിക്കാൻ പാടില്ല, ഇഷ്ടപ്പെടാൻ പാടില്ല. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു അല്ലാത്ത മറ്റ് പല കാര്യങ്ങളെയും നാം ഇഷ്ടപ്പെടാറുണ്ട്, സ്നേഹിക്കാറുണ്ട്. അതെന്തിന്റെ പേരിലാണ്? ഒന്നെങ്കിൽ അല്ലാഹുവിന്റെ പേരിൽ, അതല്ലെങ്കിൽ അല്ലാഹു നമ്മോട് കൽപ്പിച്ചതിന്റെ പേരിൽ, അല്ലാഹു ഇഷ്ടപ്പെടണമെന്ന് നമുക്ക് അനുവാദം നൽകിയതിന്റെ പേരിലാണ് നാം അത്തരത്തിലുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നത്. പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം, അഖ്സാമുൽ മഹബ്ബ, മഹബ്ബത്തിന്റെ അതിന്റെ ചില ഇനങ്ങൾ, അതിനെ അവർ പല ഇനങ്ങളായി തിരിച്ചതായി കാണാം. ഒന്നാമത്തേത് അൻ യുഹിബ്ബല്ലാഹ ഹുബ്ബൻ അശദ്ദ മിൻ ഗൈരിഹി, അല്ലാഹുവിനെ മറ്റെന്തിനേക്കാളും ശക്തമായി അതിയായി സ്നേഹിക്കുക. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അല്ലാഹുവിനെ മറ്റെല്ലാത്തിനേക്കാളും ശക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക. അവന്റെ ഹൃദയത്തിൽ ഏറ്റവും സ്നേഹമുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയായിരിക്കുക. അതാണ് തൗഹീദ്. ഇനി ശിർക്കാകുന്ന സ്നേഹമുണ്ട്. അതെങ്ങനെയാണ്? അതിന് പല രൂപങ്ങളാണ്. ഒന്നാമത്തേത് അല്ലാഹുവെ പോലെ മറ്റുള്ള ആളുകളെ സ്നേഹിക്കുക. അത് ശിർക്കാകുന്ന കാര്യമാണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ അവരുടെ ആരാധ്യന്മാരെ അല്ലാഹുവെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചിരുന്നു. അത് ശിർക്കാണ്. ഇനിയോ അല്ലാഹുവെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി സ്നേഹിക്കുക, അതും എന്താണ്? അതും ശിർക്കാകുന്ന കാര്യമാണ്. അത് തൊട്ട് മുൻപ് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. എന്നാൽ അടുത്ത ഒരു ഇനമുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ, അവരുടെ മനസ്സിൽ അള്ളാഹുവോടുള്ള സ്നേഹമില്ല, അള്ളാഹുവോടുള്ള മഹബ്ബത്ത് അതിന്റെ ഒരംശവും ഇല്ലാത്ത ആളുകൾ. അവർ അള്ളാഹു അല്ലാത്തവരെയാണ് ഇഷ്ടപ്പെടുന്നത്, അള്ളാഹു അല്ലാത്തവരെ മാത്രമാണ് അവർ സ്നേഹിക്കുന്നത്. അതാണ് ഏറ്റവും എല്ലാത്തിനേക്കാളും കടുത്ത കുറ്റമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ഇതെല്ലാം ശിർക്കാകുന്ന സ്നേഹമാണ്. അള്ളാഹുവെ പോലെ, അള്ളാഹുവേക്കാൾ അധികമായി, അതല്ലാതെ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹവുമില്ല. ഇതെല്ലാം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ മഹബ്ബത്തിൽ വരുന്ന ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ മഹബ്ബത്തിന്റെ മറ്റൊരു ഇനമാണ് അൽ മഹബ്ബത്തു ലില്ലാഹ് ഔ ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം. അത് നിർബന്ധമായ വാജിബായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തികൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട വിഭാഗങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാലങ്ങൾ, സ്ഥലങ്ങൾ, സമയങ്ങൾ, ഇതൊക്കെ സ്നേഹിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലുള്ള സ്നേഹമാണ്. നാം ഒരു മുഅ്മിനായ ഒരു വ്യക്തിയെ നാം സ്നേഹിക്കുന്നത് അത് ഈമാനിന്റെ പേരിലുള്ള അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമായിരിക്കണം. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് അത്തരത്തിലാകണം, ഈമാനിന്റെ പേരിലുള്ള സ്നേഹമാണ്. നമുക്കിടയിൽ കുടുംബ ബന്ധങ്ങളില്ല, അതല്ലെങ്കിൽ നമുക്ക് മുൻ പരിചയമില്ല, സാമ്പത്തികമായി നമ്മെ സഹായിച്ചവരല്ല, എന്നിട്ട് പോലും മുഅ്മിനീങ്ങളായ ആളുകൾ അവർ പരസ്പരം ഐക്യത്തോടെ സ്നേഹത്തോടെ കഴിയുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ അതിന്റെ അടിത്തറ എന്താണ്? അള്ളാഹുവിന്റെ പേരിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ സ്നേഹിക്കുക എന്നത് അത് ഈമാനിന്റെ ഏറ്റവും ബലവത്തായ ഒരു ഖൈറായി അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്,
അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുക, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കോപിക്കുക എന്നതാണ് ഈമാനിന്റെ ഏറ്റവും ബലവത്തായ കയറെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അത്തരത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു. അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ആ ദിവസത്തിൽ അള്ളാഹു 7 വിഭാഗം ആളുകൾക്ക് തണലേകുന്നതാണ്. അതിൽ ഒരു വിഭാഗം ആളുകൾ ആരാണ്? വറജുലാനി തഹാബ്ബാ ഫില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച ആളുകൾ. ഇജ്തമഅ അലൈഹി, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ദുനിയാവിൽ ഒത്തുകൂടിയ ആളുകളാണ്. വതഫറഖ അലൈഹി, അള്ളാഹുവിന്റെ പേരിൽ അതേ മാർഗത്തിൽ ആയിക്കൊണ്ടാണ് അവർ വേർപിരിഞ്ഞത്. അഥവാ മരണം അവർക്കിടയിൽ വേർപിരിക്കുന്നത് വരെ ആ രണ്ടാളുകളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇഷ്ടത്തിലായിരുന്നു, സ്നേഹത്തിലായിരുന്നു. അങ്ങനെ വേർപിരിഞ്ഞ ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർശിന്റെ തണലേകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നു, വജബത് മഹബ്ബതി ലിൽമുതഹാബ്ബീന ഫിയ വൽമുതസാവിരീന ഫിയ വൽമുതബാദിലീന ഫിയ. എന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയും എന്റെ പേരിൽ ഒരുമിച്ച് കൂടുകയും അതുപോലെ എന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുകയും ചെയ്ത ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ മേൽ എന്റെ ഇഷ്ടം, എന്റെ മഹബ്ബത്ത് അവരുടെ മേൽ നിർബന്ധമായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കാനുള്ള ഒരു വഴിയാണിത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അത് മുഖേന അവൻ ഈമാനിന്റെ മാധുര്യം അവൻ ആസ്വദിക്കാൻ കഴിയും, അവന് അനുഭവപ്പെടുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും അവന്റെ റസൂലുമാണ് മറ്റെല്ലാത്തിനേക്കാളും അവന് പ്രിയപ്പെട്ടത്. മറ്റെല്ലാത്തിനേക്കാളും അവന് പ്രിയപ്പെട്ടത് അള്ളാഹുവും അവന്റെ റസൂലുമായിരിക്കുക. രണ്ടാമത്തേത് അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ ഒരാളെ ഇഷ്ടപ്പെടുന്നത്, ഒരാളെ സ്നേഹിക്കുന്നത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അവനെ സ്നേഹിക്കുന്നത് അവന്റെ സൗന്ദര്യം കണ്ടിട്ടോ അവന്റെ തറവാട് കണ്ടിട്ടോ സമ്പത്ത് കണ്ടിട്ടോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാണ് മറ്റൊരാളെ ഒരാൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവനും ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫറിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനു ശേഷം വീണ്ടും ആ കുഫറിലേക്ക് മടങ്ങുന്നത് അതവൻ അങ്ങേയറ്റം വെറുക്കുകയാണ്. എങ്ങനെ? തീയിലേക്ക് എറിയപ്പെടുന്നത് പോലെ അത്തരത്തിൽ ആ കാര്യത്തെ അവൻ വെറുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക്, ഈ 3 വിശേഷണങ്ങളുള്ള ആളുകൾക്ക് അവർക്ക് ഈമാനിന്റെ മാധുര്യം നുകരാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണമാണിത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉള്ള സ്നേഹം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മഹബ്ബത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. അഥവാ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. റസൂലുള്ളാഹി പറയുകയാണ്, അവല അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, നിങ്ങൾക്ക് ഞാനൊരു കാര്യം അറിയിച്ചു തരട്ടെയോ, അത് നിങ്ങൾ നടപ്പിലാക്കിയാൽ, അത് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുന്നതാണ്. എന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആരാണോ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നതും അള്ളാഹുവിന് വേണ്ടി കോപിക്കുന്നതും അള്ളാഹുവിന് വേണ്ടി നൽകുന്നത് അള്ളാഹുവിന് വേണ്ടി തടയുന്നത് എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. അവന്റെ സ്നേഹവും അവന്റെ വെറുപ്പും അവൻ നൽകുന്നതും അവൻ തടയുന്നതും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. അത്തരത്തിലാണെങ്കിൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പോൾ അൽ മഹബ്ബത്തു ഫില്ലാഹ് അല്ലെങ്കിൽ അൽ മഹബ്ബത്തു ലില്ലാഹ്, അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹം, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം എന്നത് അത് നിർബന്ധമായ കാര്യമാണ്. നാം ഇഷ്ടപ്പെടേണ്ടത് അതിന്റെ പേരിലായിരിക്കണം. നമ്മുടെ മഹബ്ബത്ത്, നമ്മുടെ സ്നേഹം എന്നത് അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതാക്കുവാൻ നാം ഓരോരുത്തരും നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹബ്ബത്തിന്റെ 3ാമത്തെ ഇനമാണ് അൽ മഹബ്ബത്തു തബീഇയ്യ, പ്രകൃതിയാ ഉള്ള സ്നേഹം. അത് അനുവദിക്കപ്പെട്ട സ്നേഹമാണ്, ജായിസാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്നേഹം. ഉദാഹരണത്തിന് നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, ഇതെല്ലാം നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. എന്താണ്? ആ സ്നേഹം ഒരിക്കലും
അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തെക്കാൾ മുൻകടക്കാനും പാടില്ല, അതിനെ അതിരുകവിയാൻ പാടില്ല, അതിനെ വിട്ടുകടക്കാനും പാടില്ല. അങ്ങനെ വിട്ടുകടക്കാത്ത കാലത്തോളം ആ സ്നേഹം എന്താണ്? അത് അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ അത് വിട്ടുകടക്കുക എന്നുള്ളത് അതൊരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ നബിയെ താങ്കൾ പറഞ്ഞുകൊള്ളുക, ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇൻ കാന ആബാഉകും നിങ്ങളുടെ മാതാപിതാക്കൾ, വ അബ്നാഉകും നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ പുത്രന്മാർ, വ ഇഖ്വാനുകും നിങ്ങളുടെ സഹോദരന്മാർ, വ അസ്വാജുകും നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ഭാര്യമാർ, വ അശീറതുകും നിങ്ങളുടെ ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെ വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്തുക്കൾ, നിങ്ങളുടെ സമ്പത്ത്, അതുപോലെ തന്നെ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ നിങ്ങൾ നഷ്ടം സംഭവിക്കുമെന്ന്, മാന്ദ്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വ മസാകിൻ തർളൗനഹ നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടങ്ങൾ, നിങ്ങളുടെ വീടുകൾ. ഇപ്പൊ ധാരാളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുകയാണ്. ഇതൊക്കെ നമുക്ക് എന്താക്കാം? ഇതൊക്കെ നമുക്ക് സ്നേഹമുണ്ടാകും, നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി പ്രകൃതിയാ ഉണ്ടാകുന്ന സ്നേഹമുണ്ടാകും. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് അഹബ്ബ ഇലൈകും മിനല്ലാഹി വ റസൂലിഹി അല്ലാഹുവിനേക്കാൾ, അവന്റെ റസൂലിനേക്കാൾ, വ ജിഹാദിൻ ഫീ സബീലിഹി അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നാൽ, ഇതാണ് നിങ്ങൾക്ക് അതിനേക്കാളൊക്കെ പ്രിയപ്പെട്ടതെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക, അല്ലാഹുവിന്റെ ശിക്ഷ അത് നിങ്ങൾ വരുന്നതുവരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ മഹബ്ബത്തിന്റെ 3 ഇനങ്ങളാണ് നാം സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യം എന്താണ്? മുശ്രിക്കുകളായ ആളുകൾ അവരുടെ ആരാധ്യന്മാരെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടതുപോലെ, അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ അവരവരുടെ ആരാധ്യന്മാരെയും ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമപ്പെടുത്തൽ, ഈ ഒരു തുലനപ്പെടുത്തൽ, ഇതാണ് മുശ്രിക്കുകളായ ആളുകളെ അവരെ നരകത്തിൽ കൊണ്ടെത്തിച്ച കാര്യം. അവർ പരലോകത്തെത്തിയതിനു ശേഷം നരകവാസികളായ ആളുകൾ അവർ പറയുന്നതായി കാണാം, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. എന്നിട്ട് പറയും, ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് ഞങ്ങൾ തുല്യത കൽപ്പിച്ചു. ഈ വിഗ്രഹങ്ങളെ ഞങ്ങൾ എന്താക്കി? അള്ളാഹുമായി തുല്യതപ്പെടുത്തി. അപ്പോൾ അള്ളാഹുമായി തുല്യതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ പോലെ സൃഷ്ടിക്കുന്നവനാണ്, അള്ളാഹുവെ പോലെ റിസ്ക് നൽകുന്നവനാണ്, അള്ളാഹുവെ പോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണ് എന്ന നിലക്കല്ല, മറിച്ച് ഏതെങ്കിലും ഒരു നിലക്ക് അള്ളാഹുവുമായി സമപ്പെടുത്തിയാൽ തന്നെ അവിടെ ഇതുവരും ശിർക്ക് കടന്നു വരുന്നതാണ്. അപ്പോൾ അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ മറ്റുള്ള ആളുകളെ സ്നേഹിക്കുക എന്നുള്ളത് അത് മഹബ്ബത്തിൽ കടന്നു വരുന്ന തുലനപ്പെടുത്തലാണ്, അത് ശിർക്കുമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകളുടെ ശിർക്ക് എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് നൽകുകയാണ്. അപ്പോൾ അതിന്റെ നേർവിപരീതമാണെന്ത്? തൗഹീദ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ മാത്രം ഇഷ്ടപ്പെടുക, അള്ളാഹുവിനോടുള്ള സ്നേഹമായിരിക്കണം മറ്റെല്ലാത്തിനേക്കാളും നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇനി ഈ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞ മറ്റൊരു കാര്യമാണ്, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരാണ്. തൗഹീദുള്ള ആളുകളുടെ ഹൃദയം അങ്ങനെയാണ്, അവന്റെ ഹൃദയത്തിൽ അള്ളാഹു ആയിരിക്കും എല്ലാത്തിനേക്കാളും അവന് പ്രിയപ്പെട്ടത്. തൗഹീദുള്ള ആളുകളുടെ ഹൃദയത്തിൽ അള്ളാഹുവേക്കാൾ വലുതായി മറ്റൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇത് മഹബ്ബത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ഇബാദത്തുകളുടെ കാര്യവും അങ്ങനെയാണ്. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവർ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവെ ഭയപ്പെടുക, അതുപോലെ അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിക്കുക, തവക്കുലാക്കുക, അങ്ങനെ ഇബാദത്തുകളുടെ എല്ലാ ഇനങ്ങളും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് എന്ന തൗഹീദാണ് ഇവിടെ മുഅല്ലിഫ് റഹിമഹുല്ലാ ആ ഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അർക്കാനുൽ ഇബാദ, ഇബാദത്തിന്റെ റുക്നുകളുണ്ട്. ഏത് ഇബാദത്തിനും അതിന് റുക്നുകളുണ്ട്. ഏതൊക്കെയാണ്? അൽ മഹബ്ബ അള്ളാഹുവിനുള്ള ഇഷ്ടം, അതുപോലെ തന്നെ അൽ ഖൗഫ് അർ റജ, ഇതാണ് ഇബാദത്തിന്റെ 3 റുക്നുകൾ. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. മഹബ്ബത്താണിത്, അതാണ് ഇബാദത്ത് ചെയ്യാൻ, ഏത് ഇബാദത്ത് ചെയ്യാനും നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം മഹബ്ബത്താണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കുന്നതും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ നമ്മൾ വിട്ടുനിൽക്കുന്നതെല്ലാം അള്ളാഹുവിനുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. പണ്ഡിതന്മാർ അതിനെ പറഞ്ഞത് അൽ മുഹർരിക് എന്നാണ്, ഇബാദത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം. മുഹർരിക് എന്ന് ഈ കാലത്ത് മുഹർരിക് എന്ന് എന്തിനാണ് പറയുക?
വാഹനത്തിന്റെ എഞ്ചിന് എന്ത് പറയും? മുഹരിക് എന്ന് പറയും. അപ്പം എഞ്ചിൻ ഉണ്ടായാലേ വാഹനം അത് ചലിക്കുകയുള്ളൂ. അതുപോലെ അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ് ഇബാദത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന കാര്യം. അത് ഇബാദത്തിന്റെ അടിസ്ഥാനമാണ്. അതിന് പണ്ഡിതന്മാർ ഒരു ഉപമ പറഞ്ഞതായി കാണാം. ഒരു പക്ഷിയോട് അവർ ഉപമിച്ചിട്ടുണ്ട്. ആ പക്ഷിയുടെ തലയാണെന്ത്? മഹബ്ബത്ത് എന്ന് പറയുന്നത്. ഒരു പക്ഷിക്ക് തലയില്ലെങ്കിൽ അതിന് ജീവൻ ഉണ്ടാവില്ല, അതിന് പറക്കാൻ കഴിയില്ല. അതുപോലെയാണ് മഹബ്ബത്തില്ലെങ്കിൽ അവിടെ എന്ത് കടന്നു വരില്ല? അള്ളാഹുവിനോടുള്ള ഇബാദത്ത് ഉണ്ടാവുകയില്ല. അപ്പൊ ഇബാദത്തിന്റെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു റുഖിനാണ് മഹബ്ബത്ത് എന്ന കാര്യം. അതുകൂടി ഈ ആയത്തിന്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ മഹബ്ബത്ത് എന്നുള്ളത് അതൊരു ഇബാദത്താണ് അല്ലെ? അപ്പോൾ നമ്മുടെ ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താണ്? നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഖുർആൻ പാരായണം, അതൊക്കെയാണ് ഇബാദത്ത് വരിക. പക്ഷേ ഹൃദയം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകളുണ്ട്. അള്ളാഹുവിനുള്ള മഹബ്ബത്ത്, ഇഷ്ടം, അള്ളാഹുവിനുള്ള പ്രതീക്ഷ, തവക്കുൽ, അതുപോലെ അള്ളാഹുവെ ഭയപ്പെടുക, ഇതൊക്കെ ഹൃദയം കൊണ്ട് നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകളാണ്. അപ്പോൾ മഹബ്ബത്ത് എന്നുള്ള ഇബാദത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകിയവരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. അത് മഹബ്ബത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ബാക്കിയുള്ള ഇബാദത്തിലും അവർ അങ്ങനെ തന്നെയായിരിക്കണം. അതാണ് തൗഹീദ് എന്ന് പറയുന്നത് എന്നുകൂടി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇനി അടുത്തതായി ഒരു ഹദീസാണ് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നൽകിയിട്ടുള്ളത്. അവിടുന്ന് പറയുന്നു വഫിസ് സഹീഹി, സഹീഹിലുണ്ട്, അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് സഹീഹ് മുസ്ലിമിലാണ്. ഇമാം മുസ്ലിമിന്റെ സഹീഹിലുണ്ട്. എന്താണുള്ളത്? അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബൂ മാലിക് അൽ അശ്ജഈ അൻ അബീഹി, താബിഈയായ വ്യക്തിയാണ് ആര്? അബൂ മാലിക് അൽ അശ്ജഈ. അദ്ദേഹം തന്റെ പിതാവിൽ നിന്ന്, തന്റെ പിതാവായ താരിഖ് ബിൻ അശ്യം അൽ അശ്ജഈ, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയുകയും വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നതിനെയെല്ലാം നിഷേധിക്കുകയും ചെയ്താൽ ഹറുമ മാലുഹു വദമുഹു, അവന്റെ രക്തവും അവന്റെ ജനവും അത് പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു. വഹിസാബുഹു അലല്ലാഹി തആല, പിന്നീട് അവന്റെ വിചാരണ അത് അല്ലാഹുവിന്റെ മേലാണ്. അവന്റെ കണക്ക് നോക്കേണ്ട ബാധ്യത അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ വിശദീകരണമാണ്. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നുകൾ അല്ലെ, ഏതൊക്കെയാണ്? അൻ-നഫ്യു വൽ ഇസ്ബാത്ത്, അതാണ് ഈ ഹദീസിൽ പറയുന്നത്. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അതുപോലെ അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന്റെ രക്തവും അവന്റെ സമ്പത്തും എല്ലാം അത് പവിത്രമായിരിക്കുന്നു. പിന്നീട് അവന്റെ വിചാരണ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേലാണ്. അവന്റെ കണക്ക് നോക്കേണ്ട ബാധ്യത അത് അല്ലാഹുവിനാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇവിടെ നോക്കൂ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥമറിയണം. അത് ഹൃദയത്തിൽ ദൃഢമായ വിശ്വാസത്തോടു കൂടിയായിരിക്കണം പറയേണ്ടത്. അതിൽ സംശയമുണ്ടാകാൻ പാടില്ല. സത്യസന്ധമായിട്ടായിരിക്കണം പറയേണ്ടത്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആരെങ്കിലും അത് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്താൽ, അങ്ങനെ പ്രഖ്യാപിക്കുകയും എന്നിട്ട് അതോടൊപ്പം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ നിഷേധിക്കുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ അതിലെന്ത് വരുന്നുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവനെ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവനെ നിഷേധിക്കലുണ്ട്. പിന്നെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം നൽകുക, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൽ റസൂൽ വീണ്ടും പറയുകയാണ്, വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും എന്നിട്ട് അതോടൊപ്പം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെ നിഷേധിക്കുകയും ചെയ്യുക. അത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താണ്? അത് ഇതിന്റെ ഗൗരവം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ചില ആളുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, പക്ഷേ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ അതിനെ നമ്മൾ നിഷേധിക്കേണ്ടതില്ല. അതിനെ ആരാധിക്കുന്നവർ അവർ അതുമായി കഴിഞ്ഞുകൊള്ളട്ടെ, നമ്മൾ അതിനെയൊന്നും നിഷേധിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതൊന്നും ആരാധിക്കപ്പെടാൻ അർഹരല്ല എന്ന് നമ്മൾ പറയേണ്ടതില്ല, അത് തള്ളേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയാണിത്. കാരണം ഒരാൾ അപ്രകാരം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെല്ലാം അത് ഇബാദത്ത് നൽകപ്പെടാൻ അർഹരല്ല എന്നൊരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, എന്നൊരാൾ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ അവന്റെ തൗഹീദ് എന്തല്ല, ശരിയല്ല. കാരണം ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല എന്ന് നമ്മൾ എന്താക്കണം? നിഷേധിക്കണം. ആരാധിക്കപ്പെടാൻ അർഹനായി ഒരാളുമില്ല, ആരൊഴികെ? ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ ഹദീസിന്റെ അവസാനത്തിൽ നോക്കൂ, വഹിസാബുഹു അലല്ലാഹി തആല. അങ്ങനെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ അവന്റെ കണക്ക് നോക്കേണ്ട ബാധ്യത, അവന്റെ വിചാരണ അത് ആരുടെ മേലാണ്? അള്ളാഹുവിന്റെ മേലാണ്. അപ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ,
നമ്മൾ എന്താക്കേണ്ടതില്ല, അവരുടെ ഹൃദയം ചികന്നെ അന്വേഷിക്കേണ്ടതില്ല. അവനത് പറഞ്ഞത് സത്യസന്ധമായിട്ടാണോ, അവനത് പറഞ്ഞത് ഇഖ്ലാസോടുകൂടിയാണോ എന്ന് നീ നോക്കേണ്ടതില്ല. അവൻ പുറമെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടെങ്കിൽ അവൻ ബാഹ്യമായി എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ അവരോട് നിലവർത്തിക്കേണ്ടത്. അത് ദീനിലെ ഒരു അടിസ്ഥാന തത്വമാണ്. അൽ മുആമലതു അലൽ ളാഹിർ. അവന്റെ ബാഹ്യമായിട്ട് എങ്ങനെയാണോ അവനത് പറയുന്നത് പ്രഖ്യാപിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ അവരോട് വർത്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധത്തിന്റെ സമയത്ത് വാള് മുൻപിലെത്തിയപ്പോ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. പക്ഷേ ആ സ്വഹാബി അദ്ദേഹത്തെ വധിച്ചു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ വാർത്ത എത്തുകയാണ്. അപ്പോൾ റസൂൽ അയാളോട് ചോദിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും നീ അവനെ വധിച്ചോ എന്ന് റസൂലുള്ളാഹി ആവർത്തിച്ച് ചോദിച്ചു എന്നാണ്. ആ സ്വഹാബിക്ക് അത് അങ്ങേയറ്റം വിഷമമുണ്ടാക്കി. കാരണം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ അവൻ മുസ്ലിമാണ്. അവനോട് ആ രൂപത്തിലാണ് നമ്മൾ വർത്തിക്കേണ്ടത്. അവന്റെ ഹൃദയം എന്താക്കേണ്ടതില്ല, ചികൻ അന്വേഷിക്കേണ്ട ബാധ്യത അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. മറിച്ച് അവന്റെ വിചാരണ, അവന്റെ ഹിസാബ് അത് അള്ളാഹുവിന്റെ പക്കലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്തും ഹദീസുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറയുന്നത് നോക്കൂ, വശർഹു ഹാദിഹി തർജമതി മാ ബഅദഹാ മിനൽ അബ്വാബ്. ഈ അധ്യായത്തിന്റെ വിശദീകരണമാണ് ഇനി വരാനിരിക്കുന്ന ഓരോ അധ്യായങ്ങളും. കിതാബു തൗഹീദിലെ ഇനി നമ്മൾ പഠിക്കാനിരിക്കുന്ന ഏകദേശം 60ഓളം അധ്യായങ്ങൾ അത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണമാണ് എന്നാണ് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് നമുക്ക് നൽകുന്ന പാഠം. അപ്പോൾ ഇനി പഠിക്കാനിരിക്കുന്ന കാര്യം അത് തൗഹീദിന്റെ വിശദീകരണമാണ്. അപ്പോൾ തൗഹീദ് രണ്ട് രൂപത്തിൽ വിശദീകരിക്കാം. എങ്ങനെയാണ്? ഒന്ന് തൗഹീദ് എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ആ തൗഹീദിന്റെ നേർ വിപരീതമായ ശിർക്ക് എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത് ആ ശിർക്കിനെ കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് അതിലൂടെ തൗഹീദ് പഠിപ്പിക്കുകയും ചെയ്യുക. ഈ രണ്ട് രീതിയും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇനി അടുത്ത അധ്യായത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള അധ്യായം ഏതാണ് നമുക്ക് കാണാം. അടുത്ത അധ്യായത്തിന്റെ പേരെന്താണ്? ബാബുൻ മിനശ്ശിർകി ലുബ്സുൽ ഹൽഖതി വൽ ഖൈതി വനഹ്വിഹിമാ ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി. അടുത്ത അധ്യായമാണ് അല്ലേ? ബാബുൻ. അധ്യായത്തിന്റെ പേരെന്താണ്? മിനശ്ശിർകി, ശിർക്കിൽപ്പെട്ടതാണ് അഥവാ ശിർക്കിന്റെ ഒരു ഇനമാണ്. ലുബ്സുൽ ഹൽഖ, ഹൽഖത്ത് എന്ന് പറഞ്ഞാൽ വളയം എന്നാണ്, വളയം ധരിക്കുക. വൽ ഖൈതി, നൂല്, ചരട്, അത് ധരിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ളത്. എന്തിനു വേണ്ടി? ലിറഫ്ഇൽ ബലാഇ ഔ ദഫ്ഇഹി, ഒരു ഉപദ്രവത്തെ തടുക്കുന്നതിന് വേണ്ടിയോ അതല്ലെങ്കിൽ തന്നെ ബാധിച്ച ഒരു വിപത്ത് അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധരിക്കുക. അതെന്താണ്? ശിർക്കിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ശിർക്കിനെ കുറിച്ചാണ് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പോൾ ശിർക്ക് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാവും, തൗഹീദ് മനസ്സിലാകും. ആ ഒരു രീതിയാണ് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഇവിടെ സ്വീകരിച്ചത്. അപ്പോൾ തൗഹീദിന്റെ നേർ വിപരീതമാണ് ശിർക്ക്. ആ തൗഹീദിനെ അതിന്റെ മുച്ചൂടും നശിപ്പിക്കുന്ന, അതിന്റെ അടിവേര നിൽക്കുന്ന ശിർക്കുണ്ട്. അതാണ് അശ്ശിർക്കുൽ അക്ബർ, വലിയ ശിർക്ക്. എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല, മില്ലത്തിൽ നിന്ന് അവനെ പുറത്താക്കാത്ത ശിർക്കുണ്ട്. അതാണ് ശിർക്കുൽ അസ്ഗർ, റിയാ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ, ഈ അധ്യായത്തിൽ ഇത്തരത്തിലുള്ള വളയങ്ങൾ ധരിക്കുക, ചരട് ധരിക്കുക എന്നുള്ളത് അതെന്താണ്? അതിന്റെ അസ്ൽ എന്താണ്? അത് ശിർക്കുൽ അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്. ഇതിന്റെ അടിസ്ഥാനം ചെറിയ ശിർക്കാണ്. എന്നാൽ അത് വലിയ ശിർക്കാകുന്ന ഘട്ടങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അപ്പോൾ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ആദ്യം ചെറിയ ശിർക്കിനെ കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പണ്ഡിതന്മാർ അതിനുള്ള കാരണമായി പറഞ്ഞതായി കാണാം. ചെറിയ ശിർക്കിനെ കുറിച്ചാണ് ആദ്യം താക്കീത് നൽകുന്നത്. അപ്പോൾ ആ ചെറിയ ശിർക്കിൽ നിന്ന് മാറി നിൽക്കുന്നവൻ അവന് സ്വാഭാവികമായും വലിയ ശിർക്കിൽ നിന്ന് മാറി നിൽക്കാൻ അവൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ചെറിയ ശിർക്കിനെ കുറിച്ചുള്ള അധ്യായങ്ങളാണ് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ആദ്യമായി നൽകിയിട്ടുള്ളത്. അപ്പോൾ ലുബ്സുൽ ഹൽഖ, ഹൽഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മസ്തദാറ മിനൽ മഅദിനി വഗൈരിഹി, വളയം എന്നാണ് പറയുക. ലോഹങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കൊണ്ടൊക്കെ ഉണ്ടാക്കപ്പെട്ട വൃത്തത്തിലുള്ള വട്ടത്തിലുള്ള വസ്തുവിനെയാണ് ഹൽഖത്ത് എന്ന് പറയുക. അപ്പോൾ ദിക്റിന്റെ ഹൽഖ എന്ന് പറയും അല്ലെ, ആളുകൾ വട്ടത്തിൽ ഇരിക്കും, ഹൽഖ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ വട്ടത്തിൽ ഇരിക്കുന്നതിന് ഹൽഖ എന്ന് പറയും. അതുപോലെ തന്നെ ഇതിന് ഹൽഖത്ത് എന്നും അതുപോലെ ഹലഖത്തുൻ ലാമിന് ഫത്ഹ കൊടുത്തിട്ടും ഇത് വായിക്കാൻ കഴിയും എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. വൽ ഖൈത്ത്, ഖൈത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, നൂല്. പക്ഷെ ഇവിടെ നൂല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഒരാൾ കയ്യിൽ വെറുതെ ബന്ധിക്കുന്ന അലങ്കാരത്തിന് വേണ്ടി കെട്ടുന്ന നൂലാണോ? അല്ല, ആ നൂലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ കെട്ടുന്നതിന്റെ ഹുക്മ് അത് വേറെയാണ്. അലങ്കാരത്തിന് വേണ്ടി വളയങ്ങൾ ധരിക്കുക പുരുഷന്മാരായ ആളുകൾ, അത് അവരെ സംബന്ധിച്ച് അനുവദിക്കപ്പെട്ട കാര്യമല്ല. പക്ഷേ ഇവിടെ പറയുന്നത് പ്രത്യേക തരത്തിലുള്ള നൂലുകൾ ധരിക്കുക, ചരടുകൾ കൈകളിൽ കെട്ടുക എന്നുള്ള കാര്യമാണ്. എന്തിനു വേണ്ടിയാണ്? വിപത്തുകളെ തടയാൻ വേണ്ടി, അതല്ലെങ്കിൽ ബാധിച്ച ഒരു പ്രയാസം അത് ദൂരീകരിക്കാൻ വേണ്ടി
ഇത്തരത്തിൽ ധരിക്കുന്ന നൂലുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ വെറുതെ കയ്യിൽ കെട്ടുന്ന കാര്യത്തെക്കുറിച്ചല്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. എന്നിട്ട് പറഞ്ഞു ലിറഫ്ഇൽ ബലാഇ, ബലാഇനെ ഉയർത്താൻ. ബലാ എന്ന് പറഞ്ഞാൽ വിപത്ത് എന്നാണ് അർത്ഥം. രോഗം ഒരു വിപത്താണ്, അതുപോലെ ദാരിദ്ര്യം ഒരു വിപത്താണ്. അങ്ങനെ വിപത്തുകൾ പലതരത്തിലുണ്ട്. ഇത്തരത്തിൽ അവരെ ബാധിച്ച വിപത്തുകൾ, അതാണ് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. ഹുവ ബഅദ നുസൂലിഹി, ഒരു വിപത്ത് ബാധിച്ചു, അതിനെ ഉയർത്തുന്നതിന് വേണ്ടി. അതല്ലെങ്കിലോ ഔ ദഫ്ഇഹി, തടുക്കുന്നതിന് വേണ്ടി, ആ വിപത്ത് വരുന്നതിന് മുൻപ്. ഖബ്ല നുസൂലിഹി എന്നാണ്. ആ വിപത്ത് ബാധിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള വളയങ്ങൾ, നൂലോ ഒക്കെ ധരിക്കുക. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, മുശ്രിക്കുകളായ ആളുകൾ അവർ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ധരിക്കുമ്പോൾ അവർക്ക് രണ്ട് ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് അവരെ ബാധിച്ച രോഗങ്ങൾ, കണ്ണേറ് ബാധിച്ചിട്ടുണ്ടാവും, സിഹർ ബാധിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ മറ്റു വല്ല രോഗങ്ങളും ഒക്കെ വിപത്തുകളും ഒക്കെ ബാധിച്ചിട്ടുണ്ടാകും. ആ ബാധിച്ച വിപത്തിനെ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, അതിനെ നീക്കിക്കളയാൻ, ആ പ്രയാസങ്ങൾ ഉയരുന്നതിന് വേണ്ടി, ദൂരീകരിക്കാൻ വേണ്ടി ഇത്തരം വസ്തുക്കൾ അവർ ധരിക്കാറുണ്ടായിരുന്നു. രണ്ടാമത് അവർ ധരിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അവർക്ക് രോഗങ്ങളൊന്നുമില്ല, അവർ പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള രോഗങ്ങളൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി, കണ്ണേറോ അതുപോലെ മറ്റു രോഗങ്ങളോ സിഹറോ ഒന്നും ബാധിക്കാതിരിക്കാൻ ഒരു മുൻകരുതലായിക്കൊണ്ട് ഇത്തരത്തിലുള്ള വളയങ്ങൾ, നൂലുകൾ ധരിക്കും. ഈ രണ്ട് ഉദ്ദേശങ്ങൾ മുശ്രിക്കുകളായ ആളുകൾ അവർ ഇത്തരം വസ്തുക്കൾ ധരിക്കുന്നതിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ വിപത്തുകൾ അത് നീക്കുവാനോ അല്ലെങ്കിൽ അതിനെ തടയാനോ ഇത്തരത്തിൽ ഏത് വസ്തുക്കൾ ധരിച്ചാലും അതൊക്കെ എന്താണ്, ഈ പരിധിയിൽ പെടുന്ന കാര്യമാണ്. അപ്പോൾ വളയം തന്നെ ധരിക്കണം എന്നില്ല. അപ്പോൾ വളയം അല്ലെങ്കിൽ നൂല്, ജനങ്ങളിൽ പല ആളുകളും അത് ധരിക്കാത്ത ആളുകളുണ്ടാവും. പക്ഷേ മറ്റു പല കാര്യങ്ങളും തൂക്കിയിടുന്ന ആളുകളുണ്ട്. വാഹനത്തിൽ എന്താക്കും, ചില പച്ചത്തുണി തൂക്കിയിടും, അതല്ലെങ്കിൽ നാരങ്ങ തൂക്കിയിടും. എന്തിനാണ്? അത് അപകടമില്ലാതിരിക്കാൻ, അപകടം പറ്റാതിരിക്കാൻ. അതുപോലെ തന്നെ ധാരാളം സ്ത്രീകൾ അവർ ചില മാലകൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? വിപത്ത് വരാതിരിക്കാൻ. ചില മോതിരങ്ങളുണ്ട് പ്രത്യേകമായി, കണ്ണേറ് ബാധിക്കാതിരിക്കാൻ. കുട്ടികൾക്ക് ധരിക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള മാലകളുണ്ട്, ചില പ്രത്യേക ലോക്കറ്റുകളുള്ള മാലകൾ. അത് അർത്ഥമാക്കുന്നത് കുട്ടികൾക്ക് കണ്ണേറ് ബാധിക്കാതിരിക്കാനാണ്. അതുപോലെ തന്നെ മൃഗങ്ങളുടെ, കഴുതയുടെ, പട്ടിയുടെയൊക്കെ അതിന്റെ തലരൂപം, അതിന്റെ തലയുടെ രൂപം അത് കൃഷിയിടങ്ങളിൽ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ തൂക്കിയിടും. എന്തിനു വേണ്ടിയാണ്? ജിന്നുകൾ വരാതിരിക്കാൻ, അതല്ലെങ്കിൽ കണ്ണേറ് ബാധിക്കാതിരിക്കാൻ. ഇതെല്ലാം ഇതിൽ പെടുന്ന കാര്യമാണ്. ഒരു ഉപദ്രവത്തെ തടുക്കുക, അതല്ലെങ്കിൽ വന്നു നീങ്ങിയ ഒരു പ്രയാസത്തെ നീക്കം ചെയ്യുവാൻ ഇത്തരത്തിലുള്ള വസ്തുക്കൾ തൂക്കിയിടുക, അത് കൈകളിൽ ധരിക്കുക എന്നുള്ളതെല്ലാം അത് ശിർക്കാകുന്ന, ശിർക്കിൽപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ധാരാളം രൂപങ്ങളുണ്ട് ഇത്തരത്തിലുള്ള. അതെല്ലാം ഒറ്റ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏതാണ് ആ കാര്യം? ഒരാൾ വിപത്തുകൾ വരുന്നതിന് മുൻപ് അതിനെ തടയുവാനോ അതല്ലെങ്കിൽ വന്നതിന് ശേഷം, വല്ല വിപത്തും ബാധിച്ചതിന് ശേഷം അത് നീക്കം ചെയ്യാനോ ഉള്ള ഒരു കാരണമായി അത് കരുതിക്കൊണ്ട് ഇത്തരത്തിൽ മനുഷ്യർ അവർ ധരിക്കുന്നതോ അതല്ലെങ്കിൽ തൂക്കിയിടുന്നതോ ആയ എല്ലാ വസ്തുക്കളും അതെല്ലാം ഇസ്ലാമിക പ്രമാണങ്ങളുടെ വിധി അനുസരിച്ച് അത് ഹറാമാണ്, അത് ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായ പ്രകാരം അത് ധരിക്കുക, അത് തൂക്കിയിടുക എന്നുള്ളത് അത് ഹറാമാണ്. അതിൽ ആർക്കും എന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ അത് ശിർക്കാകുന്നത്, ചെറിയ ശിർക്കാകുന്നതുണ്ട്, വലിയ ശിർക്കാകുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അത് വ്യക്തമായി വിശദീകരിച്ചതായി കാണാം. അത് പല അവസ്ഥകളിലും അതിന് പല ഹുക്മുകളാണ് നൽകപ്പെടുക. പണ്ഡിതന്മാർ പറഞ്ഞു, ഖദ് യകൂനു ദാലിക ശിർകൻ അസ്ഗറ, ഇത്തരത്തിൽ നൂലുകൾ ധരിക്കുക അതല്ലെങ്കിൽ വളയങ്ങൾ ധരിക്കുക എന്നുള്ളത് അത് ചെറിയ ശിർക്കാകും. അതെപ്പോഴാണ്? വദാലിക ഇദാ അഅതഖദ അൽ-ലാബിസു അന്ന ഹാദ അല്ലദീ ലബിസഹു മുജറദു സബബിൻ, ആ ധരിച്ച ആൾ, അയാൾ വിശ്വസിക്കുന്നത് എന്താണ്? ഇത് കേവലം ഒരു കാരണം മാത്രമാണ്. ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വളയം അതല്ലെങ്കിൽ ഈ ധരിച്ചിരിക്കുന്ന ഈ ചരട് അത് ഒരു കാരണം മാത്രമാണ്. രോഗം മാറ്റുന്നവൻ അതല്ലെങ്കിൽ എനിക്ക് ഉപകാരം നൽകുന്നവൻ, ഉപദ്രവം തടയുന്നവൻ അത് അല്ലാഹുവാണ് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതൊരു കാരണം മാത്രമാണ് എന്ന നിലക്കാണ് അവിടെ ധരിക്കുന്നതെങ്കിൽ അതെന്താണ്? അത് ചെറിയ ശിർക്കാണ്. അതിലൂടെ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. ചെറിയ ശിർക്കാണെന്ന് പറഞ്ഞാൽ അത് ഗൗരവം കുറവാണ് എന്നല്ല, മറിച്ച് എല്ലാ വൻപാപങ്ങളെക്കാളും ഗുരുതരമേറിയതാണ് ശിർക്ക് എന്ന് പറയുന്നത്. വ്യഭിചാരത്തെക്കാൾ, അതുപോലെ മദ്യപാനത്തെക്കാൾ, കൊലപാതകത്തെക്കാൾ, അതേക്കാളെല്ലാം വലിയ തിന്മയാണ്, കടുത്ത തിന്മയാണ് ശിർക്കുൽ അസ്ഗർ എന്ന് പറയുന്നത്. അത് ചെയ്യുന്നതിലൂടെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല എന്നത് മാത്രമാണ്. അപ്പോൾ അധിക ആളുകളും, നമ്മുടെ നാട്ടിലൊക്കെ ധരിക്കുന്ന അധിക ആളുകളും ഈ ഒരു ധാരണയിലാണ്. അവർ വിശ്വസിക്കുന്നത് എന്താണ്? അള്ളാഹുവാണ് രോഗം മാറ്റുന്നത്, പക്ഷേ ഇതൊരു കാരണമാണ് എന്ന നിലക്കാണ് പല ആളുകളും ധരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു അവസ്ഥയുണ്ട്. എന്താണ്? ഈ ധരിക്കുന്ന ആൾ അവന്റെ ഹൃദയം ആ ധരിച്ചിരിക്കുന്ന വളയവുമായി ബന്ധപ്പെടുകയാണ്. അങ്ങേയറ്റത്തെ ബന്ധം ആ ചരടുമായി അവന്റെ ഹൃദയത്തിലുണ്ട്. അവൻ വിശ്വസിക്കുന്നത് ആ വളയത്തിന് അതല്ലെങ്കിൽ അവൻ ധരിച്ചിരിക്കുന്ന ആ മന്ത്രചരടിന് ആ രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. അത് എന്റെ രോഗത്തെ സുഖപ്പെടുത്തും
എന്നെ ബാധിച്ച വിപത്തിനെ നീക്കാനുള്ള സ്വാധീനം ചെലുത്താൻ അതിന് കഴിവുണ്ട് എന്ന നിലക്കാണ് അവൻ വിശ്വസിക്കുന്നതെങ്കിലോ അത് ചെറിയ ശിർക്കല്ല, മറിച്ച് ശിർക്കുൻ അക്ബർ, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വലിയ ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾക്ക് അതിന് സ്വതന്ത്രമായി ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ റുബൂബിയത്തിൽ ശിർക്ക് സംഭവിച്ചവനാണ്. അപ്പോൾ ഇത്തരത്തിൽ വളയങ്ങൾ, ചരടുകൾ ധരിക്കുന്നവർക്ക് രണ്ട് അവസ്ഥകളാണ്. ഒന്ന് ചെറിയ ശിർക്കാകുന്നതുണ്ട്, അതുപോലെ തന്നെ അത് വലിയ ശിർക്കാകുന്ന ഘട്ടവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ചെറിയ ശിർക്കാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താണ്? ഹദീസുകളിൽ അത്തരത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അത് ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ പ്രവൃത്തിയെ. അവിടുന്ന് പറഞ്ഞതായി കാണാം, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് അല്ലെങ്കിൽ മന്ത്രച്ചരട് അവൻ ധരിച്ചാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ന റുഖ വത്തമാഇമ വത്തിവലത ശിർക്കുൻ, തീർച്ചയായും മന്ത്രങ്ങൾ, അതുപോലെ തന്നെ ഏലസുകൾ, അതുപോലെ തിവലത്ത്, അതെല്ലാം ശിർക്കാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. അപ്പോൾ അത് ചെറിയ ശിർക്കാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇത്തരത്തിൽ ഒരാൾ ചരട് ധരിക്കുകയാണ് അല്ലെങ്കിൽ വളയം ധരിക്കുകയാണ്, അത് ചെറിയ ശിർക്കാണ് എന്ന് പറയാൻ അതിന്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒന്നാമത്തെ കാരണം എന്താണ്? അന്ന മൻ തഅല്ലഖ ദാലിക ഇഅ്തഖദ സബബൻ ലം യജ്അൽഹു അല്ലാഹു സബബൻ ലാ ശർഅൻ വലാ ഖദറ. ഇത്തരം വസ്തുക്കൾ ധരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഇത്തരം വസ്തുക്കൾ തൂക്കുന്ന ആളുകൾ, വാഹനത്തിലോ വീടിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ശരീരത്തിലോ ഒക്കെ തൂക്കുന്ന ആളുകൾ, ധരിപ്പിക്കുന്ന ആളുകൾ, അവരെന്താണ് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ശർഈയായി അഥവാ ദീനിയായി അതല്ലെങ്കിൽ പ്രകൃതിപരമായി കാരണമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യത്തെ അവൻ കാരണമാണ് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്, സബബുകളുണ്ട്. ആ സബബുകൾ 2 രൂപത്തിലാണ്. ഒന്നുകിൽ ദീനിയായ സബബുകൾ, അസ്ബാബുൻ ശർഈയ, ശർഈയായ സബബുകളുണ്ട്. അപ്പോൾ സംസം വെള്ളം കുടിച്ചാൽ രോഗം സുഖപ്പെടും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്, സബബ് ശർഈയായ സബബുകളാണ്. അതുപോലെ അജ്വാകാരക്ക രാവിലെ 7 എണ്ണം ഭക്ഷിച്ചാൽ അവന് വിഷം തീണ്ടുകയില്ല, അത് സബബിയായ കാരണമാണ്, ദീനിയായ കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. രോഗങ്ങൾ സുഖപ്പെടാൻ റുഖ്യ ചെയ്യുക, ഖുർആൻ കൊണ്ട് മന്ത്രിക്കുക എന്നുള്ളത് അത് റസൂലുള്ളാഹി പഠിപ്പിച്ച കാരണമാണ്. ഇതൊക്കെ എന്ത് കാരണങ്ങളാണ്? അസ്ബാബുൻ ശർഈയ, മതപരമായ ദീനിയായ കാരണങ്ങളാണ്. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അസ്ബാബുൻ ഖദരിയ. ഖദരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിപരമായി അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ. അപ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളത് അത് ദാഹമകറ്റാനുള്ള ഒരു കാരണമായി അള്ളാഹു നിശ്ചയിച്ചതാണ്. അത് പ്രകൃതിപരമായി നമ്മൾക്ക് മനസ്സിലായ കാര്യമാണ്. പരീക്ഷണങ്ങളിലൂടെ ആളുകൾ ഉപയോഗിച്ച് അത് മനസ്സിലാക്കിയ കാര്യമാണ്. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് വിശപ്പ് മാറാനുള്ള കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിപരമായി നിശ്ചയിച്ചതാണ്. ഈ 2 കാരണങ്ങളാണുള്ളത്. എന്നാൽ ഇത്തരത്തിൽ വളയങ്ങൾ ധരിക്കുന്ന, നൂല് ധരിക്കുന്ന ആളുകൾ, അവർ ഈ 2 കാരണങ്ങളും അല്ലാത്ത മറ്റൊന്നിലേക്കാണ് അവർ പോകുന്നത്. നൂല് ധരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ വളയം ധരിക്കുക എന്നുള്ളത് അത് ഉപദ്രവം നീക്കുമെന്ന് ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുപോലെ ഇത്തരത്തിലുള്ള നൂലുകൾ ധരിക്കുക എന്നുള്ളത് അത് ഒരാളുടെ അസുഖം മാറും, ഒരാളുടെ പനി മാറും എന്നത് പരീക്ഷിക്കപ്പെട്ട് തെളിഞ്ഞ കാര്യമാണോ? അല്ല. അപ്പോൾ ശർഈയായിട്ടും ഖദരിയായിട്ടുമുള്ള 2 സബബുകളും ഇല്ല. അത്തരത്തിൽ അള്ളാഹു ശർഈയായിട്ടോ അതുപോലെ ഖദരിയായിട്ടോ അള്ളാഹു നിശ്ചയിക്കാത്ത കാരണങ്ങളുമായി അവൻ ബന്ധപ്പെടുകയാണ്, അവനതിൽ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു മതപരമായി അല്ലെങ്കിൽ അള്ളാഹു പ്രകൃതിപരമായി കാരണമാക്കിയിട്ടില്ലാത്ത, സബബാക്കിയിട്ടില്ലാത്ത ഒരു കാര്യത്തെ ആരെങ്കിലും സബബാക്കിയാൽ അവരെന്താണ്? അവൻ ചെറിയ ശിർക്ക് ചെയ്തിരിക്കുന്നു, അവൻ ചെറിയ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഈ സബബുകൾ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ സംസം വെള്ളം കുടിക്കുമ്പോൾ രോഗം മാറും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അത് രോഗം മാറാനുള്ളൊരു കാരണമായി അള്ളാഹു നിശ്ചയിച്ചതാണ്. അപ്പോൾ ഇവിടെ രോഗം മാറ്റുന്നത് ആരാണ്? അള്ളാഹുവാണ്. അതുപോലെ വെള്ളം കുടിച്ചാൽ ദാഹം മാറും, ദാഹം മാറ്റുന്നവനാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ കാരണങ്ങളുമായി നമ്മുടെ ഹൃദയം എന്താകരുത്? അത് ബന്ധപ്പെടാൻ പാടില്ല. ഇത്തരം കാരണങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയം അത് അള്ളാഹുമായിട്ടായിരിക്കണം ബന്ധപ്പെടേണ്ടത്. നമ്മൾ മരുന്ന് കുടിക്കുന്നു രോഗം മാറാൻ, ആ രോഗം മാറാനുള്ള ഒരു കാരണം മാത്രമാണെന്ത്? മരുന്നെന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം അപ്പോഴും ആരുമായിട്ടായിരിക്കണം ബന്ധപ്പെടേണ്ടത്? അള്ളാഹുമായിട്ടായിരിക്കണം, അള്ളാഹുവിലായിരിക്കണം നമ്മുടെ വിശ്വാസവും നമ്മുടെ അവലംബവും നമ്മുടെ തവക്കുലും അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമായിരിക്കണം. ഇനി പണ്ഡിതന്മാർ പറയുന്ന ഇതിനെ കൂടെ ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഇത്തരത്തിലുള്ള സബബുകൾ, കാരണങ്ങൾ
ആ കാരണങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ വിശ്വാസം അത് പരിഗണിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളെ 3 വിഭാഗമായി തിരിക്കാം. ചില ആളുകൾ അവർ ഇത്തരത്തിലുള്ള സബബുകളെക്കുറിച്ച് വിശ്വസിക്കുന്നത് ശരിയായ വിശ്വാസമാണ്, ചില ആളുകൾക്ക് തെറ്റായ വിശ്വാസമാണ്. അപ്പോൾ ഇത്തരത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഈ കാരണങ്ങൾ കാരണങ്ങൾ 2 രൂപത്തിലുണ്ട്, അത് മറക്കാൻ പാടില്ല. ഒന്ന് മതപരമായി അള്ളാഹു നമുക്ക് നിശ്ചയിച്ച കാരണങ്ങൾ, രണ്ടാമത്തേതോ ഖദരിയായ പ്രകൃതിപരമായി അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളുണ്ട്. ഈ 2 കാരണങ്ങളും അതിനെക്കുറിച്ച് ജനങ്ങളുടെ വിശ്വാസം അത് പരിഗണിച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളെ 3ആയി തിരിക്കാം. ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവർ ശരിയായ വിശ്വാസത്തിന്റെ വക്താക്കളാണ്. അവരെങ്ങനെയുള്ളവരാണ്? അള്ളാഹു എന്തിനെയാണോ സബബാക്കിയത് അതിനെ മാത്രം സബബായി കാണുന്ന ആളുകൾ, അതിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകൾ. അത് പ്രകൃതിപരമായിക്കൊള്ളതായിട്ടെ അതല്ലെങ്കിൽ ദീനിയായിക്കൊള്ളതായിട്ടെ, അത്തരത്തിൽ അള്ളാഹു സബബാക്കിയ കാര്യങ്ങൾ അതിനെ മാത്രം കാരണമായി കാണുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുക, അതാണ് ശരിയായ വിശ്വാസം. അതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കാത്ത കാര്യങ്ങളെ കാരണമായി നിശ്ചയിച്ചു. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, വളയം ധരിക്കുക, അതുപോലെ നൂല് കെട്ടുക, ഇപ്പൊ പനി മാറാൻ, രോഗം മാറാൻ, ഉപദ്രവം മാറാൻ, ഇത്തരത്തിലുള്ള കാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. സബബിയായി ശർഈയായിട്ടുമില്ല, ഖദരിയായിട്ടുമില്ല. അപ്പോൾ അള്ളാഹു കാരണമാക്കാത്തതിനെ കാരണമാക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ അവർ ചെറിയ ശിർക്കിൽ അകപ്പെട്ട ആളുകളാണ്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? വലിയ ശിർക്കിൽ അകപ്പെട്ട ആളുകൾ. അവരുടെ വിശ്വാസം എന്താണ്? അവർ ഈ സബബുകൾ, അള്ളാഹു നിശ്ചയിച്ച സബബുകൾ ഉണ്ടാകും, അതിന് തന്നെ സ്വയം സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അതെന്താണ്? വലിയ ശിർക്കാണ്. രോഗം മാറ്റുന്നത് അള്ളാഹുവാണ്, പക്ഷെ ഈ മരുന്നുകളല്ല. പക്ഷേ ഇത്തരത്തിലുള്ള സബബുകൾ അവർ അതിന് തന്നെ സ്വയം സ്വാധീനം ചെലുത്താൻ കഴിയും, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സബബുകൾ അത് നന്മകൾ വരുത്തും, തിന്മകൾ തടയും എന്നൊക്കെയാണ് ഒരാൾ കരുതുന്നതെങ്കിൽ അവൻ വലിയ ശിർക്ക് സംഭവിച്ചവനാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ നാം ഇതുവരെ സംസാരിച്ചത് അസ്ബാബുകളെ കുറിച്ചാണ്, സബബുകളെ കുറിച്ചാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സബബായി നിശ്ചയിക്കാത്ത, ദീനിയായി അല്ലെങ്കിൽ പ്രകൃതിപരമായി നമുക്ക് സബബായി നിശ്ചയിക്കാത്ത ഒരു കാര്യത്തെ ആരെങ്കിലും സബബായി നിശ്ചയിച്ചാൽ അവൻ ചെറിയ ശിർക്ക് സംഭവിച്ചിരിക്കുന്നു. അതാണ് ഇത്തരം കാര്യങ്ങൾ ചെറിയ ശിർക്കാണ് എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം. അതാണ്. രണ്ടാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നു, ഇത്തരത്തിലുള്ള ചരടുകൾ, വളയങ്ങളൊക്കെ ധരിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയങ്ങൾ അതുമായിട്ടൊരു ബന്ധമുണ്ടാകും. അവരുടെ ഹൃദയങ്ങൾ അതുമായിട്ടൊരു ബന്ധം പുലർത്തുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അത്തരത്തിലുള്ള ആളുകൾ അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള പൂർണ്ണമായ തവക്കുൽ ഉണ്ടായിരിക്കുകയില്ല. ആ തവക്കുലിൽ ഓട്ടം സംഭവിച്ച ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ശിർക്കിന്റെ ചെറിയ ലാഞ്ചനകൾ അതിലൂടെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ചെറിയ ശിർക്കാണ് എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണമായി ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യമാണ്, വലിയ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? അത് ചെറിയ ശിർക്കാണ്. വസായിലു ശിർക്കിൽ അക്ബരി ശിർക്കുൻ അസ്ഗർ. വലിയ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന മാർഗങ്ങളെല്ലാം അത് ചെറിയ ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ ഒരു അടിസ്ഥാന തത്വമായി പറഞ്ഞതായി കാണാം. കാരണം ഇത്തരത്തിലുള്ള വളയങ്ങൾ ധരിക്കുന്ന ആളുകൾ അവരാദ്യമൊക്കെ അത് കേവലം ചില കാരണങ്ങളാണ് എന്ന് പറഞ്ഞു ധരിക്കും. പിന്നീട് ശൈത്താൻ അവരെ പതിയെ അവരെ കൊണ്ടുപോയി അവർ ആ നൂലുകൾ തന്നെയാണ് രോഗം മാറ്റുന്നത് എന്ന തരത്തിലേക്ക് അവർ ചെന്നെത്തിയേക്കാം, അവർ അതിലേക്ക് പതിച്ചേക്കാം. ഇത്തരത്തിലുള്ള വളയങ്ങൾ, നൂലുകൾ ധരിക്കുന്നത് അത് ചെറിയ ശിർക്കാണ് എന്ന് പറയാനുള്ള മൂന്നാമത്തെ കാരണം അത് വലിയ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അപ്പോൾ വലിയ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന മാർഗങ്ങളെല്ലാം അത് ചെറിയ ശിർക്കാണ് എന്നൊരു അടിസ്ഥാന തത്വം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. കാരണം ഇത്തരത്തിലുള്ള വളയങ്ങൾ, നൂലുകൾ ധരിക്കുന്ന ആളുകൾ അവർ ആദ്യം അത് ധരിക്കുന്നത് ഏതർത്ഥത്തിലായിരിക്കും? ഇതൊരു കാരണം മാത്രമാണ്, രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് എന്ന അർത്ഥത്തിലായിരിക്കും. അങ്ങനെ അവരുടെ വല്ല രോഗവും അള്ളാഹു മുന്നേ തീരുമാനിച്ച പ്രകാരം മാറിയാലോ, അവർക്ക് കുറച്ചുകൂടി വിശ്വാസം കൂടി, എൻ്റെ രോഗം മാറ്റിയത് ഈ നൂലാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രയാസം നീക്കിയത്, എൻ്റെ പ്രയാസം തടുത്തത് ഈ വളയമാണ് എന്ന് അവന്റെ ഹൃദയം അതിനോട് ബന്ധിക്കുകയാണ്. അങ്ങനെ അവൻ പതിയെ ആ നൂലിൽ, ആ വളയത്തിൽ തവക്കുലാക്കുകയും അതിനെ അവലംബിക്കുകയും ചെയ്യും. അപ്രകാരം പിശാച് അവനെ ഘട്ടം ഘട്ടമായി വലിയ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് ഇത് ധരിക്കുന്നത് അത് ചെറിയ ശിർക്കാണെന്ന് പറയാനുള്ള മൂന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള വസ്തുക്കൾ, വളയങ്ങൾ, ചരടുകൾ, അതുപോലെ ഏതുമാകട്ടെ തൂക്കിയിടുന്നത്, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെയുള്ള ഉദാഹരണങ്ങൾ, അതിലേക്ക് അടിസ്ഥാനം എന്താണ്? അത് ചെറിയ ശിർക്കാണ് എന്നതാണ്. അതാണ് അതിന്റെ ഹുക്കും, അടിസ്ഥാന ഹുക്കും. പക്ഷേ അത് ചില ഘട്ടങ്ങളിൽ എന്താകും? വലിയ ശിർക്കാകും. അത് ഏത് ഘട്ടത്തിലാണ്? ഈ ധരിച്ചിരിക്കുന്ന ആളുടെ ഹൃദയം അവൻ ധരിച്ച അല്ലെങ്കിൽ അവൻ തൂക്കിയിട്ട ആ വസ്തുക്കളുമായി അവന്റെ വിശ്വാസം എങ്ങനെയാണോ അതിനനുസരിച്ച് അതിൽ മാറ്റം വരും. അത് വലിയ ശിർക്കാകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലേക്ക് എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുക.
എന്നിട്ട് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ആയത്ത് നോക്കൂ. വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്യമാണ് ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി ഖുൽ ഹസ്ബിയല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ഇത് ഒരു ആയത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ആയത്തിന്റെ പൂർണ്ണമായ രൂപം നമ്മൾ മനസ്സിലാക്കണം. ആയത്തിന്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. അതിൽ പൂർണ്ണമായ രൂപമുണ്ടോ? ഇല്ല. തുടക്കം വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. നബിയെ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് നീ അവരോട് ചോദിക്കുക. ലയഖൂലുന്ന അല്ലാഹ്. മുശ്രിക്കുകളായ ആളുകൾ അവരെന്ത് പറയും? അല്ലാഹുവാണ് എന്നവർ പറയും. ഖുൽ, നീ അവരോട് പറയുക, എങ്കിൽ നീ അവരോട് പറയുക, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി. ആകാശഭൂമികളെയൊക്കെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അള്ളാഹു എനിക്കൊരു തിന്മ, അള്ളാഹു എനിക്കൊരു ഉപദ്രവം വരുത്താൻ ഉദ്ദേശിച്ചാൽ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ആരാധ്യന്മാർക്ക് അള്ളാഹുവിന്റെ ആ ഉപദ്രവത്തെ നീക്കം ചെയ്യാനാകുമോ? അതല്ലെങ്കിൽ ഔ അറാദനി ബിറഹ്മത്തിൻ, അള്ളാഹു എനിക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ, വല്ല അനുഗ്രഹവും ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ പിടിച്ചു വെക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യന്മാർക്ക് അതിനാകുമോ എന്ന് മുശ്രിക്കുകളായ ആളുകളോട് ചോദിക്കുക. ഇതേ അർത്ഥത്തിൽ വരുന്ന ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരു ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. അല്ലാഹു മനുഷ്യർക്ക് വല്ല കാരുണ്യവും അത് തുറന്നു കൊടുക്കുന്ന പക്ഷം അതിനെ പിടിച്ചു വെക്കാൻ ആരുമില്ല. വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലതും പിടിച്ചു വെക്കുന്ന പക്ഷം അതിനെ വിട്ടുകൊടുക്കാൻ ആരുമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ നമസ്കാര ശേഷം നിർവഹിക്കുന്ന പ്രാർത്ഥനയിൽ, ദുആയിൽ നമുക്ക് കാണാം, ദിക്റിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ നൽകുന്നത് തടയുന്നവരായി ആരുമില്ല, നീ തടയുന്നത് നൽകുന്നവനായി ഒരാളുമില്ല. അതുപോലെ തന്നെ സമ്പത്തുള്ളവന്റെ സമ്പത്ത് അത് നിന്റെ അടുക്കൽ നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് ഉപകരിക്കുകയുമില്ല എന്ന പ്രാർത്ഥന നമ്മൾ നിർവഹിക്കാറുണ്ട്. ഇതേ അർത്ഥത്തിൽ വരുന്ന ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് എന്താണ് എന്നതും അതുപോലെ തന്നെ ഷിർക്കിന്റെ നിരർത്ഥകത, അതിന്റെ ബുദ്ധിശൂന്യത ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഷിർക്കിന്റെ നിരർത്ഥകത അല്ലാഹു പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, മുശ്രിക്കുകളായ ആളുകൾ, മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ എന്ത് വിശ്വസിച്ചിരുന്നു? അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് മുദബ്ബിർ, അള്ളാഹുവാണ് സൃഷ്ടാവ്, റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. ഇതൊന്നും അവരുടെ ആരാധ്യന്മാർക്കില്ല എന്നാണ് അവർ വിശ്വസിച്ച കാര്യം. അവരുടെ ആരാധ്യന്മാർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, അതുപോലെ അവർ ഒരാൾക്ക് റിസ്ക് നൽകുന്നില്ല, അവരാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നും അവർ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ അവരുടെ ആരാധ്യന്മാർ ഇതിനൊന്നും കഴിവില്ലാത്ത ആളുകളായിരുന്നു. അവരുടെ ആരാധ്യന്മാർ ഇതിനൊന്നും കഴിവില്ലാത്ത ആളുകളാണ്. അപ്പോൾ സൃഷ്ടിക്കാത്ത, ഒന്നും ഉടമപ്പെടുത്താത്ത, ഒരു കാര്യവും നിയന്ത്രിക്കാൻ പോലും കഴിവില്ലാത്ത, ഉപദ്രവങ്ങൾ ഉടമപ്പെടുത്താത്ത ആളുകൾ അവരെങ്ങനെയാണ് ഇബാദത്ത് ചെയ്യുക? അത് ശിർക്കിന്റെ അതിന്റെ ഒരു നിരർത്ഥകതയായി, അതിന്റെ ബുദ്ധിശൂന്യതയായി മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാർ അവർക്ക് ചില ന്യൂനതയുടെ, പോരായ്മയുടെ ചില വിശേഷണങ്ങൾ അവർക്ക് ചാർത്തിക്കൊടുക്കുകയാണ്. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർ ഒരു ഉപകാരവും ഉടമപ്പെടുത്തുന്നില്ല, അതല്ലെങ്കിൽ ഒരു ഉപദ്രവം ബാധിച്ചാൽ അതിനെ നീക്കാൻ കഴിയാത്തവരാണ്. അത് ചുരുങ്ങിയത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോലും നീക്കാൻ കഴിവില്ലാത്ത ആളുകളാണ്. ഉപദ്രവത്തെ നീക്കുവാനോ അതിനെ തടുക്കുവാനോ ഉപകാരം നൽകുവാനോ കഴിവില്ലാത്ത ആളുകളാണ് നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ, അവയുടെ ന്യൂനത അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിവാക്കുകയാണ്. അവർ അത്രയും ദുർബലരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം തടുക്കാത്ത ഇത്തരം ആരാധ്യന്മാരെ വിളിച്ചു അതിനേക്കാൾ വലിയ ബുദ്ധിശൂന്യമായ മറ്റൊരു പ്രവർത്തനമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ഉപകാരവും ചെയ്യുന്നില്ല, ഒരു ഉപദ്രവവും നമ്മൾ നിന്ന് നീക്കുന്നില്ല, പിന്നെ അത്തരത്തിലുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്.
അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? ശിർക്കിന്റെ നിരർത്ഥകതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അവരുമായി ഹൃദയം ബന്ധപ്പെടുത്തിയ ആളുകൾ, അവരെന്താണ്? ഒരു ഉപകാരവും ചെയ്യൂല, ഒരു ഉപദ്രവം തടുക്കുകയും ചെയ്യൂല. അതിൽപ്പെട്ടതാണിത്. ഇത്തരത്തിലുള്ള നൂലുകൾ, ചരടുകൾ, അതുപോലെ വളയങ്ങൾ, അതെന്താണ്? ഒരു ഉപകാരവും ചെയ്യുകയില്ല, ഒരു ഉപദ്രവം തടുക്കുകയില്ല, ഒരു പ്രയാസത്തെയും അത് ദൂരീകരിക്കുകയില്ല എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ് മുഅല്ലിഫ് റഹിമഹുള്ള ഈ ആയത്ത് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുഅല്ലിഫ് റഹിമഹുള്ള ഈ ആയത്ത് നൽകിയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്? സ്വാലിഹീങ്ങളായ ആളുകൾ, അമ്പിയാക്കന്മാർ, മലക്കുകൾ, നല്ല നല്ല ആളുകളെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്വാലിഹീങ്ങളായ അമ്പിയാക്കന്മാരായ ആളുകൾ അവർക്ക് പോലും ഒരു ഉപദ്രവത്തെ തടുക്കുവാൻ, അതല്ലെങ്കിൽ ഒരു ഉപകാരത്തെ കൊണ്ടുവരാൻ അവർക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. അവർ സ്വാലിഹീങ്ങളായിരുന്നു, അമ്പിയാക്കന്മാരായിരുന്നു, മലക്കുകളായിരുന്നു. പിന്നെ എങ്ങനെയാണ് നിർജീവമായ ഇത്തരത്തിലുള്ള വസ്തുക്കൾ, വളയങ്ങൾ, ചരടുകൾ, നൂലുകൾ, അവയ്ക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുക? ഇത് ബുദ്ധിയുള്ള ഏതൊരാൾക്കും ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അമ്പിയാക്കന്മാർക്ക് കഴിയാത്തത്, മലക്കുകൾക്ക് കഴിയാത്തത്, അത് ഇത്തരത്തിലുള്ള നൂലുകൾക്ക്, ചരടുകൾക്ക് കഴിയുമെന്നാണോ കരുതുന്നത്? അതെത്രമാത്രം വിഡിത്തമാണ് എന്ന് പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. ഇതാണ് ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന ഹദീസും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അത് ജീവിതത്തിൽ അമലാക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി തിരിച്ചറിയുകയും അത് ഉൾക്കൊള്ളുകയും ബാത്തിലിനെ ബാത്തിലായി തിരിച്ചറിഞ്ഞ് അത് പൂർണ്ണമായും ഉപേക്ഷിക്കുകയും വെടിയുകയും ചെയ്യുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.